കരൂരിൽ നടന്ന TVK സമ്മേളനത്തിലുണ്ടായ തിക്കും തിരക്കും ഒരു വൻ ദുരന്തമായി രൂപപ്പെട്ടതിന് പ്രധാന കാരണങ്ങളായത് 4 സംഭവങ്ങളാണ്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച ആ കാരണങ്ങൾ? എന്താകും വിജയുടെ രാഷ്ട്രീയ ഭാവി? ദളപതിയെ കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോകുമോ? ജിഷ്ണു രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം ഇനി. തമിഴ്നാട് കരൂരിലെ TVK റാലിയിൽ നടന്ന വൻ ദുരന്തം തമിഴ് രാഷ്ട്രീയത്തെ കലക്കിമറിക്കുകയാണ്. 40 പേർ ഞെങ്ങി മരിച്ച അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് തിക്കും തിരക്കും ഉണ്ടാക്കിയ പരിഭ്രാന്തിയെ ഒരു വൻ ദുരന്തമാക്കി മാറ്റിയത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിജയ് ഉച്ചയ്ക്ക് 12 മണിക്ക് കരൂരിലെ ജനക്കൂട്ടത്തിന് മുന്നിൽ എത്തുമെന്നാണ് TVK പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വിജയ് എത്തിയത് വൈകുന്നേരം 7 മണിക്കാണ്. 12 മണിക്ക് എത്തുമെന്ന് കരുതി രാവിലെ 10 മണി മുതൽ തന്നെ ആളുകൾ കൂട്ടമായി കരൂരിലേക്ക് എത്തിയിരുന്നു. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ആൾക്കൂട്ടം ഒരു ജനസമുദ്രമായി. വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ കറുത്ത ഗ്ലാസുകൾ അപകടത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒരു നോക്ക് കാണാൻ വഴിയരികിൽ നിന്ന ആളുകൾക്ക് കറുത്ത ഗ്ലാസുകൾ കാരണം വണ്ടിക്കുള്ളിലുള്ള വിജയിയെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ മിക്കവാറും ആളുകൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങിയേനെ. എന്നാൽ നാമക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ കരൂരിലേക്ക് നീങ്ങി. മൂന്നാമത്തെ സംഭവം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അസ്മിത എന്ന 9 വയസ്സുകാരിയെ കാണാതായതാണ്. കുട്ടിയെ കാണാതായ വിവരം വിജയ് തന്നെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതോടെ ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ട് നീങ്ങി. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ജനങ്ങൾക്ക് ശ്വാസം മുട്ടി. വെള്ളം വേണമെന്ന് നടൻ വിജയിയോട് തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. തണ്ണികൊട് എന്ന് വിജയ് മൈക്കിലൂടെ സംഘാടകരോട് പറഞ്ഞു. ശേഷം വിജയ് തന്നെ കുടിവെള്ളക്കുപ്പികൾ ജനങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു. ആ വെള്ളക്കുപ്പികൾക്ക് വേണ്ടിയും ജനങ്ങൾ ഉന്തുകയും തള്ളുകയും ചെയ്തു. തിക്കും തിരക്കും ഉണ്ടാക്കിയ പരിഭ്രാന്തിയിൽ നിന്ന് അതൊരു അപകടമായി രൂപാന്തരപ്പെടുന്നത് 4ാമത്തെ സംഭവത്തോടു കൂടിയാണ്. വിജയെ കാണാൻ വേണ്ടി ആളുകൾ മരച്ചില്ലയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെ എണ്ണം കൂടിയതോടെ മരക്കൊമ്പ് മുറിഞ്ഞ് താഴെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വീണു. ശേഷം ആളുകൾ പല വഴിക്ക് ഓടാൻ തുടങ്ങി. നിലത്തു വീണ ആളുകളുടെ ശരീരങ്ങൾക്ക് മുകളിലൂടെ ജനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടിത്തുടങ്ങി. ആൾക്കൂട്ടത്തിന്റെ കാൽച്ചുവട്ടിൽ നിരവധി പേർ അവസാന ശ്വാസം വലിച്ചു. വിജയെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരനായി രൂപാന്തരപ്പെട്ട സൂപ്പർ താരം പങ്കെടുക്കുന്ന പരിപാടിയിൽ കേവലം 15,000 പേർ മാത്രമേ വരൂ എന്ന യുക്തിയിലേക്ക് എങ്ങനെയാണ് TVK എത്തുന്നത് എന്നാണ് ആർക്കും ഇപ്പോഴും മനസ്സിലാകാത്തത്. 60,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മൈതാനത്ത് 15,000 പേരെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് TVK പോലീസ് അനുമതി വാങ്ങിയത്. അതിൽ കൗതുകകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നേരത്തെ പരിപാടിക്കായി TVK ആവശ്യപ്പെട്ടിട്ടും പോലീസ് നൽകാതിരുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കരൂരിലെ കർഷക മാർക്കറ്റാണ്. 2 ലൈറ്റ് ഹൗസ് റൗണ്ട് അബൌട്ട്. ഈ 2 സ്ഥലങ്ങളിലും തിക്കും തിരക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് പോലീസ് വേലുച്ചാമി മൈതാനത്തേക്ക് പരിപാടി മാറ്റാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ദാരുണമായ ഒരു ദുരന്തം സംഭവിച്ചേനെ. ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുത്ത 40 പേർ മരിച്ചു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. വിജയെപ്പോലെ ഒരു പുതിയ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണത്. ദളപതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ആളുകൾ ആകാംക്ഷയോടെ കാണുന്ന കാര്യം. കരൂരിലെത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിനോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറയില്ല എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. വിജയിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താകുമെന്ന് നന്നായി അറിയാവുന്ന ആളാണ് സ്റ്റാലിൻ. അറസ്റ്റ്, കോടതി, ജയിൽ ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ ഒരു വിജയ് സിനിമ പുനർനിർമ്മിച്ചതുപോലെയാകും. അത് ഒടുക്കം ആർക്കാകും ഗുണമാവുക എന്നതാണ് ചോദ്യം. അത്തരമൊരു നീക്കം തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? പലവിധ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത് എന്തുതന്നെയായാലും അത് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന സംഭവമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.